പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അടുത്ത സൺഡേ നടക്കാൻ പോകുന്ന WWE പ്രീമിയം ലൈവ് ഇവൻ്റായ സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2024 മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പങ്കുവെക്കാനുള്ളത് ഡിസംബർ 1-ാം തീയതിയാണ് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത്. പുലർച്ചെ 4:30 മുതൽ നമുക്ക് സോണി ചാനലുകൾ വഴി TV-യിലൂടെ ലൈവായി കാണാൻ സാധിക്കും. സോണി ലിവ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൊബൈലിലൂടെ കാണാൻ സാധിക്കും. വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന തേർഡ് പാർട്ടി വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് മൊബൈലിലൂടെ ഈ വെബ്സൈറ്റിലെ സെർവർ വഴി നിങ്ങൾക്ക് ഷോ ലൈവായി കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് സർവൈവർ സീരീസിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മറക്കരുത്, പുലർച്ചെ 4:30 മുതലാണ് സർവൈവർ സീരീസ് വാർ ഗെയിംസ് ആരംഭിക്കുന്നത്. ഡിസംബർ 1-ാം തീയതി അടുത്ത ഞായറാഴ്ചയാണ്. അപ്പോൾ ഇതുവരെ 3 മത്സരങ്ങളാണ് സർവൈവർ സീരീസ് വാർ ഗെയിംസിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. ഒരു മത്സരം കൺഫേം ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ആ മത്സരത്തെ സംബന്ധിച്ചും പങ്കുവെക്കുന്നു. നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വുമൻസ് വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ്. 5 പേരടങ്ങുന്ന 2 ടീം തമ്മിലാണ് ഈ വർഷവും വുമൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. അതിൽ ആദ്യത്തെ ടീം എന്ന് പറയുന്നത് നിലവിലെ WWE വുമൻസ് ചാമ്പ്യനായ നയ ജാക്സൺ, WWE വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ, റെഗിൽ റോഡ്രിഗസ്, കാൻഡിസ് ലെറെ, മിസിസ് മണി ഇൻ ദ ബാങ്കായ ടിഫനി സ്ട്രൈറ്റൻ തുടങ്ങിയവരുടെ 5 ടീമാണ്. ഇവർ നേരിടുന്നത് നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബിയാങ്ക ബെലേർ, ജേഡ് കാർഗിൽ, നയോമി, റിയ റിപ്ലി, അതുപോലെ തന്നെ ഇയോ സ്കൈ തുടങ്ങിയവരെയാണ്. ഇതിൽ ജേഡ് കാർഗിലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ജേഡ് കാർഗിലിനെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അപകടം സംഭവിക്കുകയുണ്ടായി. അപ്പോൾ താരത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ WWE പങ്കുവച്ചത് അനുസരിച്ച് തിരിച്ചുവരവിൻ്റെ ഡേറ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അതായത് തിരിച്ചുവരവ് എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ജേഡ് കാർഗിലിനെ ഈ ഒരു വാർ ഗെയിംസ് മത്സരത്തിൽ നിന്ന് മാറ്റാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടേക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യമുണ്ട്. ഓൾറെഡി സ്മാക്ഡൗൺ എപ്പിസോഡ് അവർ അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു സ്പോയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സ്പോയിലർ കൂടി ഞാൻ ഈ മാച്ച് കാർഡ് വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. അത് മറ്റാരുമല്ല, ബെയ്ലിയാണ് ജേഡ് കാർഗിലിന് പകരം ഈ ടീമിലേക്ക് 5ാമത്തെ മെമ്പറായി വരാൻ പോകുന്നത്. അപ്പോൾ ബെയ്ലി ജേഡ് കാർഗിലിനെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ഒരു 5 വുമൻസ് തമ്മിലുള്ള ഒരു വാർ ഗെയിംസ് മത്സരം, അങ്ങനെയാണ് നമുക്ക് വുമൻസ് വാർ ഗെയിംസ് മത്സരം കാണാൻ സാധിക്കുക. ഇതിൽ എൻ്റെ പ്രൊഡിക്ഷനായി പറയുന്നത് ഈ നയ ജാക്സിൻ്റെ ടീം വിജയിക്കുമെന്നാണ്. നയ ജാക്സിൻ്റെ ടീം വിജയിക്കുന്ന രീതിയിലാണ് അവർ സ്റ്റോറി ഇപ്പോൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇക്കഴിഞ്ഞ റോയലും സ്മാക്ഡൗണിലും അടക്കം റിയ റിപ്ലിയുടെ ടീമിന് ഗംഭീരമായിട്ടുള്ള ഒരു ആധിപത്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം വാർ ഗെയിംസ് മത്സരത്തിൽ വുമൻസിൻ്റെ ആ ഒരു മത്സരത്തിൽ നയ ജാക്സിൻ്റെ ടീം വിജയിക്കുമെന്നാണ്. ഇനി 2ാമത്തെ മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ഗിന്ദർ ഡാമിൻ പ്രീസ്റ്റിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ വർഷത്തെ സമ്മർ സ്ലാമിൽ നമുക്ക് കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. അന്ന് ഡാമിൻ പ്രീസ്റ്റ് ആയിരുന്നു ചാമ്പ്യൻ, ഇന്ന് ഗിന്ദറാണ് ചാമ്പ്യൻ. ഒരു കിടിലമായിട്ടുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയമായിരിക്കും ആര് വിജയിച്ചാലും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു താരത്തിൻ്റെ ഇൻ്റർഫിയറൻസ് പ്രതീക്ഷിക്കുന്നില്ല. ഗിന്ദർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഡാമിൻ പ്രീസ്റ്റിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് റീമാച്ച് കിട്ടേണ്ട ഒരു ക്ലോസും കൂടി അവസാനിക്കുമെന്നുള്ളൊരു പോയിന്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മത്സരം സർവൈവർ സീരീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഗിന്ദർ വിജയിക്കുന്നതോടുകൂടി ഗിന്ദറിനെ ഒരു ടോപ്പ് ചാമ്പ്യനാക്കി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സർവൈവർ സീരീസ് പോലെയുള്ള ടോപ്പ് 4 പേപ്പർ വ്യൂകളിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഗിന്ദറിൻ്റെ ടൈറ്റിൽ റണ്ണിന് നല്ലൊരു സപ്പോർട്ട് ബാക്ക് സ്റ്റേജിൽ ലഭിക്കുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഗിന്ദറിൻ്റെ ഒപ്പമാണ്. ഗിന്ദർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇതിനുശേഷം ഗോൾഡ്ബർഗിൻ്റെ ഒരു അപ്പിയറൻസ് കാണാൻ സാധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പ്രതീക്ഷകളുണ്ട്. ഗോൾഡ്ബർഗ് വരും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് തംബ്നെയിലിലോ ക്യാപ്ഷനിലോ ഗോൾഡ്ബർഗിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാതിരുന്നത്. ജസ്റ്റ് ഒരു തോന്നൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായി, അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 3ാമത്തെ മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. LA നൈറ്റ് വേഴ്സസ് ഷിൻസ്കെ നാക്കമോറ. ഷിൻസ്കെ നാക്കമോറ 2 ആഴ്ച മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് സ്മാക്ഡൗണിലേക്കും WWE മാസങ്ങൾക്ക് ശേഷം തിരികെ വന്നത്. ഷിൻസ്കെ നാക്കമോറയുടെ ഈ ഒരു റിട്ടേൺ ടൈറ്റിൽ മാച്ച് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറി ലൈനോട് കൂടിയിട്ടായിരുന്നു. LA നൈറ്റിന് തുടർച്ചയായ 2 സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ ഷിൻസ്കെ നാക്കമോറയ്ക്ക്
ആക്രമിക്കാൻ സാധിച്ചു. അപ്പോൾ ഷിൻസുക നാക്കമോറയ്ക്ക് ഇതിനെ തുടർന്നൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അത് സർവൈവർ സീരീസിൽ വെക്കുകയാണെങ്കിൽ ഓൾറെഡി 3 മത്സരങ്ങൾ മാത്രമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. 4ാമത്തെ ഒരു മത്സരം കൂടി അവർക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. സർവൈവർ സീരീസിന് കുഴപ്പമില്ലാത്തൊരു മാച്ച് ടൈം, അതായത് ഷോർട്ട് ടൈം കിട്ടാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മത്സരം നടന്നാലും LA നൈറ്റിന് റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. എൻ്റെ പ്രഡിക്ഷനും LA നൈറ്റിൻ്റെ കൂടെയാണ്. മെയിൻ ഇവൻ്റ് മത്സരം എന്ന് പറയുന്നത് മെൻസ് വാർ ഗെയിംസ് മത്സരമാണ്. റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈനും സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈനും, അതായത് OG ബ്ലഡ് ലൈനും ന്യൂ ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരു വാർ ഗെയിംസ് മത്സരമാണ് ഈ ഒരു വർഷം നടക്കുന്നത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈനിൽ റോമൻ റെയിൻസ്, ജിമ്മി യൂസോ, ജെ ഊസോ, സാമി സെയിൻ 5ാമത്തെ മെമ്പറായിട്ട് CM പങ്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈനിലേക്ക് സോളോ സിക്കോവ, ജേക്കബ് ഫാറ്റ്, ടമ ടോങ്ക, ടോങ്ക ലോവ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം ഞാൻ പറയുന്നു OG ബ്ലഡ് ലൈന് തന്നെയാണ് വിജയസാധ്യത കൂടുതലുള്ളത്. ഇനി OG ബ്ലഡ് ലൈൻ വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ OG ബ്ലഡ് ലൈൻ വിജയിക്കാതിരിക്കാനുള്ള 2 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ദി റോക്കിൻ്റെ തിരിച്ചുവരവ്. ഇനിയിപ്പോൾ OG ബ്ലഡ് ലൈൻ വിജയിച്ചാൽ പോലും റോക്കിൻ്റെ ഒരു തിരിച്ചുവരവ് മത്സരശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി തോൽക്കാനുള്ള ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. OG ബ്ലഡ് ലൈൻ തോൽക്കണമെന്നുണ്ടെങ്കിൽ റോക്കിൻ്റെ ഒരു അപ്പിയറൻസ്, റോക്ക് വന്നിട്ട് റോമൻ റെയിൻസിനെ ആക്രമിക്കുന്നു. ഈ ഒരു സമയത്ത് ഷോക്കായിട്ട് നിൽക്കുന്ന മറ്റ് അംഗങ്ങളെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ സോളോ സിക്കോവയുടെ ടീം വിജയിക്കുന്നു. റോക്കിൻ്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ച് സർവൈവർ സീരീസ് ഷോ ക്ലോസ് ചെയ്യാൻ സാധിക്കും. 2ാമത്തെ ഒരു പോയിന്റ് പോൾ ഹേമൻ ചതിക്കുന്നതിലൂടെയാണ്. ചതിക്കുക എന്ന് പറയുമ്പോൾ റോമൻ റെയിൻസിനെ ചതിക്കുന്നതിലൂടെയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം ഞാൻ ഇന്ന് രാവിലെ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോൾ ഹേമൻ എപ്പോഴും ഒരു ഹീലായിട്ടുള്ള റെസ്ലറുടെ മാനേജറായിട്ടാണ് നിൽക്കാറ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്ന റോമൻ റെയിൻസിൻ്റെയോ OG ബ്ലഡ് ലൈൻ്റെയോ വൈസ്മാനായിട്ട് പോൾ ഹേമൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ സർവൈവർ സീരീസിൽ സോളോ സിക്കോവയുടെ ടീമിനെ സഹായിക്കുന്ന രീതിയിൽ റോമൻ റെയിൻസിനെ പോൾ ഹേമൻ ചതിക്കുന്നു. സോളോയുടെ വൈസ്മാനായിട്ട് പോൾ ഹേമൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷോട്ടും കാണിക്കാം. അവർക്ക് വേണമെങ്കിൽ ദ റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഒന്നെങ്കിൽ ഒരു വീഡിയോ ഫുട്ടേജിലൂടെയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു അപ്പിയറൻസ് ഇപ്പോൾ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലൊക്കെ നടത്തിയത് പോലെയുള്ള ഒരു അപ്പിയറൻസും അവർക്ക് കാണിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഷോട്ടും കൂടി കാണിച്ച് സർവൈവർ സീരീസ് ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് അങ്ങനെ അവർക്ക് ഷോ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ അത് തുടർന്നുള്ള വീക്ക്ലി എപ്പിസോഡിനും പ്രീമിയം ലൈവ് ഇവൻറ്റ്സിനും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയേക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ സർവൈവർ സീരീസിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ അടുത്ത സൺഡേ ആണ് നടക്കുന്നത്. ഇനി സർവൈവർ സീരീസ് വാർ ഗെയിംസിനെ സംബന്ധിച്ചുള്ള മാച്ച് കാർഡ്സിൻ്റെ പ്രഡിക്ഷനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.